ബാഴ്സലോണയെ നിരന്തരം വിജയങ്ങളിലേക്ക് നയിക്കുകയാണ് ലയണൽ മെസ്സി. അപ്പോഴും സ്വന്തം രാജ്യത്തിനു വേണ്ടി കാര്യമായൊന്നും ചെയ്യാൻ മെസ്സിക്ക് കഴിയുന്നില്ലെന്ന ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു തുടങ്ങി. മറഡോണയുടെ പിൻഗാമിയായി അർജന്റീനക്കാരുടെ മിശിഹയായി വാഴ്ത്തപ്പെട്ട മെസ്സി വലിയ വിമർശനങ്ങളാണ് നേരിട്ടത്. കറ്റാലൻ മണ്ണിൽ വിസ്മയങ്ങൾ തീർക്കുന്ന മെസ്സി അർജന്റീനയുടെ ആകാശനീല കൊടിക്കീഴിലെത്തുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ നിഴലായി മാറുന്നുവെന്ന ചോദ്യം ആരാധകരുടെ ഉള്ളിൽ അലയടിച്ചു. സ്പെയിനിൽ വളർന്നതിനാൽ മെസ്സിക്ക് രാജ്യത്തോടുള്ള വൈകാരിക ബന്ധം കുറവാണെന്ന കടുത്ത ആരോപണങ്ങൾ വരെ അർജന്റീനിയൻ മാധ്യമങ്ങൾ ഉന്നയിച്ചു. ഈ വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലേക്കാണ് 2010 ലോകകപ്പ് വന്നെത്തുന്നത്. ദക്ഷിണാഫ്രിക്കയാണ് വേദി. ഷക്കീറ പാടിയ വക്ക വക്ക എന്ന ഔദ്യോഗിക ലോകകപ്പ് ഗാനം ലോകമെമ്പാടും മുഴങ്ങി. ഫുട്ബോൾ ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിനായി ഒരുങ്ങി. അർജന്റീനിയൻ ആരാധകർ ആവേശത്തോടെയായിരുന്നു ആ ലോകകപ്പിനെ വരവേറ്റത്. ഫുട്ബോൾ ലോകം വർഷങ്ങളായി കാത്തിരുന്ന ഒരു അപൂർവ കൂട്ടുകെട്ടിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു അവർ. ഫുട്ബോളിന്റെ രാജാവായി അർജന്റീനിയൻ ജനത ആരാധിച്ചിരുന്ന ഡീഗോ മറഡോണയാണ് ദേശീയ ടീമിൽ പരിശീലകന്റെ റോളിൽ. ടീമിന്റെ നെടും തൂണാണ് മെസ്സി. ഇവർ ഒരുമിക്കുകയാണ്. മറഡോണ മെനയുന്ന തന്ത്രങ്ങൾക്കനുസരിച്ച് മെസ്സിയും ടീമും ലോകകപ്പ് ഉയർത്തുമെന്ന് തന്നെ അർജന്റീനിയൻ ആരാധകർ വിശ്വസിച്ചു. ഫുട്ബോളിലെ 2 തലമുറകളുടെ ഈ സംഗമം അർജന്റീനയ്ക്ക് ഒരു ലോക കിരീടം നേടിക്കൊടുക്കുമെന്ന് അർജന്റീന ടീമിന്റെ ആരാധകരും ഉറപ്പിച്ചു. മെസ്സിയെ തന്റെ മകനെപ്പോലെ സ്നേഹിച്ച മറഡോണ അവനായി പ്രത്യേകം തന്ത്രങ്ങൾ മെനഞ്ഞു. മൈതാനത്ത് മെസ്സിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക എന്നതായിരുന്നു മറഡോണയുടെ ലക്ഷ്യം. രാജ്യത്തിനു വേണ്ടി ലോക കിരീടം നേടി തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മെസ്സി അറുതി വരുത്തുമെന്ന് എല്ലാവരും വിലയിരുത്തി. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ അർജന്റീന ആധിപത്യം പുലർത്തി. നൈജീരിയ, സൗത്ത് കൊറിയ, ഗ്രീസ് എന്നിവർക്കെതിരെ ആധികാരികമായ വിജയങ്ങളാണ് മെസ്സിയും സംഘവും നേടിയെടുത്തത്. മെസ്സി ഗോളുകൾ നേടിയില്ലെങ്കിലും അർജന്റീനയുടെ മുന്നേറ്റങ്ങൾക്ക് പിന്നിലെല്ലാം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. എതിർ ടീമിന്റെ പ്രതിരോധ നിര മെസ്സിയെ തടയാൻ കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ അത് ലഭിച്ച അവസരമാക്കി സഹതാരങ്ങളായ ഹിഗ്വിനും ടെവസും ഗോളുകൾ നേടി. പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ തകർത്ത് അർജന്റീന ക്വാർട്ടറിലേക്ക് മുന്നേറി. മൈതാനത്ത് മെസ്സിയും മറഡോണയും കെട്ടിപ്പിടിച്ചും പരസ്പരം ആശ്വസിപ്പിച്ചും നീങ്ങുന്ന ദൃശ്യങ്ങൾ അർജന്റീനയുടെ 3ാം ലോക കിരീടം ദൂരെയല്ലെന്ന തോന്നൽ ആരാധകരിൽ ശക്തമാക്കി. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ ജർമ്മനിക്കെതിരെയുള്ള തോൽവി അർജന്റീനിയൻ ആരാധകരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. മറഡോണയുടെ വൈകാരികമായ സമീപനത്തെക്കാൾ ജർമ്മനിയുടെ കൃത്യമായ തന്ത്രങ്ങളാണ് മൈതാനത്ത് വിജയിച്ചത്. മുള്ളറും ക്ലോസേയും ചേർന്ന ജർമ്മൻ പടയുടെ ആക്രമണത്തിന് മുന്നിൽ അർജന്റീനിയൻ പ്രതിരോധം തകർന്നടിഞ്ഞു. 4-0 എന്ന സ്കോറിന് അർജന്റീന തോറ്റു. ടീം ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഒരു ഗോൾ പോലും നേടാനാകാതെ മെസ്സിക്ക് ആ ടൂർണമെന്റ് അവസാനിപ്പിക്കേണ്ടി വന്നു. താൻ ഇത്രയധികം ആഗ്രഹിച്ച, ലോകം മുഴുവൻ കാത്തിരുന്ന ആ സ്വപ്നം കൺമുന്നിൽ തകർന്നു വീണപ്പോൾ മെസ്സിക്ക് താങ്ങാനായില്ല. മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഏങ്ങിയടിച്ചു കരയുന്ന മെസ്സിയെയാണ് ലോകം കണ്ടത്. വീണ്ടും വിമർശകർ രംഗത്തെത്തി.
മെസ്സിക്ക് ബാഴ്സലോണയുടെ 10-ാം നമ്പറിൽ മാത്രമേ തിളങ്ങാൻ കഴിയൂ, രാജ്യത്തിന്റെ ജേഴ്സിയിൽ അയാൾ ഒന്നുമല്ല എന്ന പല്ലവി വീണ്ടും ഉയർന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തല താഴ്ത്തി മടങ്ങേണ്ടി വന്ന മെസ്സിയെ കാത്തിരുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത വിചാരണകളായിരുന്നു. അർജന്റീനയിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടി. അർജന്റീനക്കാരനായിരുന്നിട്ടും സ്പെയിൻകാരനായി ജീവിക്കുന്നവൻ എന്ന കടുത്ത ആക്ഷേപങ്ങൾ ഉയർന്നു. മെസ്സിയുടെ ദേശസ്നേഹം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങളിൽ മാത്രം പരാജയപ്പെടുമ്പോൾ ഒരു ജനത മുഴുവൻ തനിക്കെതിരെ തിരിയുന്നത് ആ 23-കാരനെ വല്ലാതെ തളർത്തി. തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ ബാഴ്സലോണയിൽ ലഭിക്കുന്ന സ്നേഹവും അംഗീകാരവും സ്വന്തം നാട്ടിൽ ലഭിക്കാത്തത് മെസ്സിയുടെ ഉള്ളിൽ വലിയൊരു മുറിവായി മാറി. ആ വിഷമങ്ങൾക്കിടയിലും മെസ്സിക്ക് ആശ്വാസമായത് പെപ് ഗോർഡിയോളയുടെ വാക്കുകളായിരുന്നു. നീ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക, അതിനുള്ള അവസരം നിന്നെ തേടിയെത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹം മെസ്സിക്ക് ആത്മവിശ്വാസമേകി. ഗോർഡിയോള മെസ്സിയെ വീണ്ടും ബാഴ്സലോണയുടെ പരിശീലന മൈതാനങ്ങളിൽ സജീവമാക്കി. അവൻ വീണ്ടും തന്റെ ഇടങ്കാലുകൊണ്ട് പുതിയ ചരിത്രങ്ങൾ രചിച്ചു തുടങ്ങി. മാധ്യമങ്ങൾ വിമർശനങ്ങൾ തൊടുത്തുവിടുമ്പോഴും ഒരു വിഭാഗം അർജന്റീനക്കാർ തങ്ങളുടെ മിശിഹ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അങ്ങനെ ആ വർഷത്തെ ബാലൻ ഡിയോർ പുരസ്കാര ചടങ്ങ് വന്നെത്തി. 2010 ബാലൻ ഡിയോർ പുരസ്കാര വേദി കായിക ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ലോകകപ്പ് നടക്കുന്ന വർഷങ്ങളിൽ കിരീടം നേടുന്ന ടീമിലെ പ്രമുഖ താരങ്ങൾക്കാണ് സാധാരണയായി ഈ പുരസ്കാരം ലഭിക്കാറുള്ളത്. ഇത്തവണ സ്പെയിൻ ലോക ചാമ്പ്യന്മാരായപ്പോൾ ഫൈനലിൽ വിജയ ഗോൾ നേടിയ ആന്ദ്രേ ഇനിയേസ്റ്റയോ മധ്യനിരയിലെ ജനറൽ സാവി ഫെർണാണ്ടസോ പുരസ്കാരം നേടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. 2011 ജനുവരി 10 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിൽ നടന്ന ആ ചടങ്ങ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ ഒന്നായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച 3 താരങ്ങൾ ഒരേ വേദിയിൽ അണിനിരന്നു. അവർ 3 പേരും ഒരു ക്ലബിന്റെ ഒരേ അക്കാഡമിയുടെ പ്രതിനിധികളായിരുന്നു. ലയണൽ മെസ്സി, ആന്ദ്രേ ഇനിയേസ്റ്റ, സാവി ഫെർണാണ്ടസ്. പുരസ്കാരദാന ചടങ്ങിന് മുന്നോടിയായി അതുവരെ ബാലൻ ഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ള താരങ്ങളുടെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു. 2009 അവസാനമായി പുരസ്കാരം നേടിയ മെസ്സിയുടെ ദൃശ്യങ്ങളോടെയാണ് ആ വിഷ്വൽസ് അവസാനിച്ചത്. മെസ്സിയുടെ മാതാപിതാക്കളും പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ചടങ്ങിൽ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കാനായി വേദിയിലെത്തിയത് ബാഴ്സലോണയുടെ തന്നെ പരിശീലകനായിരുന്ന പെപ് ഗോർഡിയോളയായിരുന്നു. ആ കവർ തുറന്ന് ഗോർഡിയോള ലയണൽ മെസ്സി എന്ന് വായിച്ചപ്പോൾ ലോകം ഒരു നിമിഷം അമ്പരന്നു. തന്റെ പേര് കേട്ട മെസ്സിയുടെ മുഖത്ത് വിശ്വസിക്കാനാകാത്ത ഭാവമായിരുന്നു. അവിശ്വസനീയമായ ആഹ്ലാദത്തോടെ ഇനിയേസ്റ്റയെയും സാവിയെയും കെട്ടിപ്പിടിച്ചാണ് അദ്ദേഹം വേദിയിലേക്ക് നടന്നത്. ലോകകപ്പിലെ പരാജയത്തിന്റെ കയ്പും അർജന്റീനയിൽ നിന്നുള്ള വിമർശനങ്ങളും ഏൽപ്പിച്ച മുറിവുകൾക്ക് ആ ഗോൾഡൻ ബോൾ ഒരു മറുമരുന്നായി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പുരസ്കാരമേറ്റുവാങ്ങിക്കൊണ്ട് വിനയത്തോടെ മെസ്സി പറഞ്ഞു തുടങ്ങി. സത്യം പറഞ്ഞാൽ
ഇന്ന് ഈ പുരസ്കാരം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ സുഹൃത്തുക്കളായ സാവിയും ഇനിയസ്റ്റയും ഇവിടെയുണ്ട്. അവർ ഈ നേട്ടത്തിന് എന്നെക്കാൾ അർഹരാണെന്ന് ഞാൻ കരുതുന്നു. അവർക്കൊപ്പം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ബഹുമതിയാണ്. എങ്കിലും ഈ പുരസ്കാരം നൽകിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്റെ കുടുംബത്തിനും ബാഴ്സലോണയിലെ ഓരോ സഹതാരങ്ങൾക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാ അർജന്റീനക്കാർക്കുമായി ഞാനിത് സമർപ്പിക്കുന്നു. ആ വാക്കുകൾ മെസ്സി എന്ന താരത്തിന്റെ വ്യക്തിത്വം വിളിച്ചോതുന്നതായിരുന്നു. ലോകത്തിലെ 1-ാം നമ്പർ താരമായി മാറുമ്പോഴും തന്റെ സഹതാരങ്ങളുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കാൻ അദ്ദേഹം മറന്നില്ല. ലോകകപ്പിലെ ഗോൾ ദാരിദ്ര്യത്തിന്റെ പേരിൽ വിമർശിച്ചവർക്ക് മെസ്സി നൽകിയ മറുപടി തന്റെ 2-ാം ബാലൻ ഡിയോറിന്റെ തിളക്കം കൊണ്ടായിരുന്നു. 23-ാം വയസ്സിൽ തുടർച്ചയായ 2-ാം ബാലൻ ഡിയോർ സ്വന്തമാക്കിയ മെസ്സി താൻ വെറുമൊരു പ്രതിഭയല്ല, മറിച്ച് കാലത്തെ വെല്ലുന്ന ഇതിഹാസമാണെന്ന് ആ വേദിയിൽ തെളിയിച്ചു. 2-ാമത്തെ ബാലൻ ഡിയോർ പുരസ്കാരവുമായി ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തിയ മെസ്സി പുതിയൊരു ഊർജത്തിലായിരുന്നു. 2011 ഫുട്ബോൾ ലോകം കേവലം ഒരു മത്സരത്തിനപ്പുറം 2 തത്വശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ലോകത്തെ ഏറ്റവും മികച്ച ടീമായി ബാഴ്സലോണ മാറിയപ്പോൾ അവരെ തകർക്കാൻ റയൽ മാഡ്രിഡ് നിയോഗിച്ചത് തന്ത്രശാലിയായ ജോസെ മൗറിഞ്ഞോയെയായിരുന്നു. ബാഴ്സലോണയുടെ സുന്ദരമായ ടിക്കി ടാക്ക ശൈലിയും മൗറിഞ്ഞോയുടെ പ്രതിരോധത്തിലൂന്നിയുള്ള കടുത്ത ശൈലിയും നേർക്കുനേർ വന്നു. മൈതാനത്തെ കളിയേക്കാൾ ഉപരിയായി വാർത്താസമ്മേളനങ്ങളിൽ ഗോർഡിയോളയും മൗറിഞ്ഞോയും തമ്മിൽ നടത്തിയ വാക്പോരുകൾ അന്തരീക്ഷം കടുപ്പിച്ചു. ഏപ്രിൽ പകുതി മുതൽ മെയ് ആദ്യവാരം വരെയുള്ള വെറും 18 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് ഈ വമ്പന്മാർ ഏറ്റുമുട്ടിയത്. ലാലിഗ, കോപ്പ ഡെൽറേ ഫൈനൽ, പിന്നെ ലോകമുറ്റുനോക്കിയ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ 2 പാദങ്ങൾ. ഓരോ മത്സരവും യുദ്ധക്കളത്തിന് സമാനമായിരുന്നു. കളിക്കാർ തമ്മിലുള്ള കടുത്ത ഫൗളുകളും ചുവപ്പ് കാർഡുകളും തർക്കങ്ങളും കൊണ്ട് മൈതാനം കലുഷിതമായി. സ്പെയിൻ ദേശീയ ടീമിലെ സുഹൃത്തുക്കളായ താരങ്ങൾ പോലും മൈതാനത്ത് ശത്രുക്കളെപ്പോലെ പോരടിച്ചു. ഈ സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിലായിരുന്നു മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള വ്യക്തിഗത പോരാട്ടവും കൊടുമ്പിരിക്കൊണ്ടത്. മൗറിഞ്ഞോയുടെ റയൽ മാഡ്രിഡ് മെസ്സിയെ പൂട്ടാൻ പ്രത്യേക തന്ത്രങ്ങൾ മെനഞ്ഞു. പെപ്പെയെപ്പോലെയുള്ള കടുത്ത പ്രതിരോധ താരങ്ങളെ മെസ്സിയെ നേരിടാൻ വേണ്ടി മാത്രം മൗറിഞ്ഞോ നിയോഗിച്ചു. ലോക ഫുട്ബോളിന്റെ കേന്ദ്രബിന്ദുവായി എൽ ക്ലാസിക്കോ മാറിയ നാളുകൾ. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ റയൽ മാഡ്രിഡിന്റെ സ്വന്തം തട്ടകമായ സാന്തിയാഗോ ബെർണബ്യൂവിലാണ് നടന്നത്. മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാനായി ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു ഫുട്ബോൾ ലോകം. മത്സരം പുരോഗമിക്കവേ ഓരോ തവണയും പന്ത് മെസ്സിയുടെയോ റൊണാൾഡോയുടെയോ കാലുകളിലെത്തുമ്പോൾ ഗാലറി ആവേശത്താൽ ഇളകി മറഞ്ഞു. റൊണാൾഡോ തന്റെ കരുത്തുറ്റ ശരീരപ്രകൃതിയും വേഗതയും കൊണ്ട് ബാഴ്സലോണയുടെ ബോക്സിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ മെസ്സി തന്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും ചെറിയ പാസുകളിലൂടെയും കളി നിയന്ത്രിച്ചു. മത്സരത്തിനിടയിൽ പലപ്പോഴും ഇരുവരും മൈതാനത്ത് മുഖാമുഖം വന്നത് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. മത്സരത്തിലുടനീളം റയൽ മാഡ്രിഡ് താരങ്ങൾ മെസ്സിയെ കായികമായി നേരിട്ടു. ഫൗളുകളിലൂടെയും ടാക്ലിങ്ങുകളിലൂടെയും അദ്ദേഹത്തെ തടയാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കളി ആരംഭിച്ച് 76-ാം മിനിറ്റിൽ ഇബ്രാഹിം അഫെല്ലയുടെ ക്രോസിൽ നിന്ന് പന്ത് വലയിലെത്തിച്ച് മെസ്സി ബാഴ്സലോണയ്ക്ക് ആദ്യ ലീഡ് നൽകി. താമസിയാതെ മൈതാനമധ്യത്ത് വച്ച് സെർജിയോ ബുസ്കറ്റ്സ് നൽകിയ പന്തുമായി മെസ്സി കുതിച്ചു.
റയലിന്റെ മധ്യനിരയെയും പ്രതിരോധ നിരയെയും ഒരുപോലെ കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ടു കുതിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ഇക്കർ കസിയസിനെ നിഷ്പ്രഭനാക്കി പന്ത് വലയിലേക്ക് തള്ളിവിടുമ്പോൾ കമന്റേറ്റർ പീറ്റർ ഡ്രൂറി ആവേശത്തോടെ ആർത്തു വിളിച്ചു, അത്ഭുത പ്രതിഭ മെസ്സി, മെസ്സി, മെസ്സി. തടയാൻ വന്ന 5 റയൽ താരങ്ങളെ വെറും സെക്കൻഡുകൾ കൊണ്ട് നിഷ്പ്രഭരാക്കിയ ആ ഗോൾ മെസ്സിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നു. ആ വിജയത്തോടെ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് യോഗ്യത നേടി. 2009 ഫൈനലിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബാഴ്സലോണയും വീണ്ടുമൊരു ഫൈനലിൽ നേർക്കുനേർ വന്നപ്പോൾ ലോകം വലിയൊരു പോരാട്ടം പ്രതീക്ഷിച്ചു. എന്നാൽ അന്ന് വെംബ്ലിയിൽ കണ്ടത് ബാഴ്സലോണയുടെ ടിക്കി-ടാക്ക എന്ന വിസ്മയത്തിനു മുന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതറുന്ന കാഴ്ചയായിരുന്നു. കളി 1-1 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് മെസ്സി തന്റെ മാന്ത്രികത പുറത്തെടുത്തത്. 54-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുവച്ച് പന്ത് സ്വീകരിച്ച മെസ്സി യുണൈറ്റഡ് പ്രതിരോധം ചിന്തിക്കുന്നതിന് മുൻപ് തൊടുത്ത ആ ലോ ഡ്രൈവ് ഷോട്ട് വിഖ്യാത ഗോൾ കീപ്പർ വാൻ ഡെർ സാറിനെ മറികടന്ന് വലയിൽ തുളഞ്ഞു കയറി. ഈ ഗോൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഗോളടിക്കുന്നതിലുപരി കളിമെനയുന്നതിലും യുണൈറ്റഡിന്റെ മധ്യനിരയെയും പ്രതിരോധത്തെയും വട്ടം കറക്കുന്നതിലും മെസ്സി വിജയിച്ചു. യുണൈറ്റഡ് ഡിഫൻഡർമാർ മെസ്സിക്കൊപ്പം ഓടിയെത്താൻ കഴിയാതെ കിതച്ചു. പെഡ്രോ, മെസ്സി, ഡേവിഡ് വിയ എന്നിവർ ബാഴ്സലോണയ്ക്കായി ഗോളുകൾ നേടിയപ്പോൾ 3-1 അവർ തങ്ങളുടെ 4ാം ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി. മത്സരശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ സർ അലക്സ് ഫെർഗൂസൺ പറഞ്ഞ വാക്കുകൾ മെസ്സിയുടെ ആ പ്രകടനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ഞാൻ എന്റെ പരിശീലന ജീവിതത്തിൽ നേരിട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ടീമാണിത്. അവരെ തടയുക എന്നത് അസാധ്യമായിരുന്നു. പ്രത്യേകിച്ച് ആ 10ാം നമ്പർ താരം. അവനെ പൂട്ടാൻ ഒരു വഴിയുമില്ല. അവൻ മറ്റൊരു തലത്തിലാണ് ഫുട്ബോൾ കളിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആ ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 3-1 തകർത്ത് ബാഴ്സലോണ കിരീടമുയർത്തിയപ്പോൾ ആ വിജയത്തിന്റെ മുഖ്യശില്പി മെസ്സിയായിരുന്നു.